ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കുറച്ച് നിറം മാറുന്നിടം വരെ. മെഴുക്കുവരട്ടിക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആവത്തില്ലേ, ആ ഒരു രീതിയിലാക്കുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ 150 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണൊക്കെ. ഇത് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം, കുറച്ചൊന്ന് ഫ്രൈ ആകുന്നിടം വരെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം, ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പാനിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, ഒരു 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ ഒരു 12 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സവാള ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പകുതി എടുത്താലും മതി. അതായത് ചെറിയൊരു സവാളയും ഒരു 20 ചുമന്നുള്ളിയും കൂടെ ചേർക്കാമെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് കറിവേപ്പില, ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഈ സവാളയുടെ ഒക്കെ നിറം ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങണം, അതുവരെ ഒന്ന് വഴറ്റാം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറായിട്ട് മാറണ്ട, ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ വഴറ്റാം. ഇപ്പോൾ ഈ വെണ്ടയ്ക്കയൊക്കെ ആയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്, കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ വഴന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരുപാട് വേണ്ട. 1/4 ടീസ്പൂണിന് അടുത്ത് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി. 3/4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. നോർമൽ മുളക് പൊടിയും പിരിയം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇത്. പിന്നെ 2 നുള്ളു ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം, 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. പുളി നിങ്ങൾ നോക്കി ചേർക്കാം പാകത്തിന്, വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചേർക്കാം. അതെല്ലാം എടുത്ത് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ ഈ മസാലയിൽ കിടന്നൊന്ന് വെന്ത് അതെല്ലാം ഒന്ന് പിടിക്കണം, അതുവരെ ഒന്ന് തിളക്കട്ടെ. ഒരുപാട് അങ്ങ് കുറുകിയെടുക്കണ്ട, ചെറിയൊരു ചാറോട് കൂടി വേണം എടുക്കാൻ. മീഡിയം ഫ്ലെയിം കൂടുതലാണെങ്കിൽ അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ കുറച്ച് വെക്കാം, ഇതങ്ങ് വറ്റിപ്പോവരുത്. ഇതിപ്പോൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കണം, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.